മാങ്ങ തിന്ന് മടുത്തെങ്കിൽ ഇതായി ഇങ്ങനെ പഴുത്ത മാങ്ങ വെച്ച് ഇതുപോലെ മാങ്ങാത്തര ഉണ്ടാക്കാം. പണ്ട് കാലത്ത് അമ്മൂമ്മമാരൊക്കെ ഇതുപോലെ മാങ്ങാത്തര ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇപ്പോഴിതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതുപോലെ നല്ല മാങ്ങാത്തര ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കൊക്കെ മിഠായിക്ക് പകരം എടുത്തു കൊടുക്കാം. പിന്നെ പുറത്തുള്ളവർക്കെല്ലാം നമുക്ക് കൊടുത്തു വിടുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇതാ ഒരുപാട് മാങ്ങ കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ്. കഴിച്ച് മാങ്ങ വേണ്ടാതായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു തിരയുണ്ടാക്കി വെക്കാം. ഫസ്റ്റ് ടൈമാണ് ഇത് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. ഈ തിരയുണ്ടാക്കാൻ ഏത് വിധം മാങ്ങ എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് കുറുക്കൻ മാങ്ങയാണ് കേട്ടോ. അതാണ് ഇവിടെ കൂടുതലുള്ളത്. ഏത് മാങ്ങയും ഉപയോഗിച്ച് ഈ തിരയുണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ മാങ്ങ എല്ലാം നല്ല ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുക്കേണ്ടത്. ഞാനിതാ മാങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തിര തയ്യാറാക്കാം. അതിന് വേണ്ടി ഇതാ പാൻ ചൂടായി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മാങ്ങ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലോട്ട് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഏലക്കായും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതിൽ പഞ്ചസാരയുടെ അളവ് എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്താൽ മതി. ചെറിയ പുളിപ്പോട് കൂടിയ മധുരമാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർക്കാം. പിന്നെ ഇതിലോട്ടൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിനാരങ്ങ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. എനിക്ക് മാങ്ങയിൽ തന്നെ നല്ലൊരു പുളിപ്പുണ്ട്. ആ പുളിപ്പും മധുരവുമായിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. മാങ്ങ നല്ല വറ്റി വന്നിട്ടുണ്ട്. എത്രയും വറ്റിച്ചെടുത്താൽ നമുക്ക് വേഗം ഉണക്കി കിട്ടും. വെയിലിന് വെച്ച് ഒരു 2 ദിവസം ഉണങ്ങിയാൽ മതി. അപ്പോൾ ഇതാ മാങ്ങ നല്ല വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഈ പ്ലേറ്റ് ഇതാ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതായിട്ട് ഓയിൽ തടവി കൊടുക്കുക. കയ്യിൽ കുറച്ചെടുത്താൽ മതി ഓയിൽ. ഈ പ്ലേറ്റിലോട്ട് ഇതാ മാങ്ങ ഇട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഇത് ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം. ഞാനിവിടെ കുറച്ച് കട്ടി തന്നെയാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് നേർങ്ങനെ വേണമെങ്കിൽ നേർങ്ങനെ പരത്തിയെടുക്കുക. കുറച്ച് വറ്റിച്ചെടുത്തത് കൊണ്ട് വേഗം ഉണങ്ങി കിട്ടും. അതുകൊണ്ട് ഞാൻ പിന്നെ കട്ടി തന്നെ പരത്തി. ഇനി ഇത് 2 ദിവസം വെയിലിന് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക. 2 ദിവസത്തെ വെയിൽ കൊണ്ടതിന് ശേഷം എന്താ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എന്താ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ല കട്ടി പരത്തിയിട്ട് നല്ല നേരിയ കണ്ണാടി ചില്ല് പോലെ ഉണ്ട്. ഇനി ഇത് റോൾ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാത്തിര കാണുമ്പം കഴിക്കാൻ തോന്നുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പഴുത്ത മാങ്ങ വെറുതെ കളയണ്ട. ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. പിന്നെ വിദേശത്തുള്ള മക്കൾക്കൊക്കെ കൊടുത്തു വിടാം. കുട്ടികൾക്കും മിഠായിക്ക് വേറെ ഇതെടുത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കണേ. പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഒന്ന് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.